ഹലോ ലൈക്ക് ആൻഡ് ലൈവിലെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് സീരിയൽ വിശേഷം എന്താണ് ഇപ്പൊ ഏതൊക്കെ വർക്കാണ് ചെയ്യുന്നത്? ഇപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് 2 വർക്കുകൾ ചെയ്തു പോകാൻ പറ്റാറുണ്ട്. എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. 1 to 15 ഒന്നിൽ സെറ്റിൽ ആവുക, ആഫ്റ്റർ 16 to 30 മറ്റൊന്നിലേക്ക് ആവുക. അപ്പോൾ ഇതുവരെയും അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. ഒരു സീരിയൽ ഇപ്പോൾ 16 മുതൽ 30 വരെയുള്ള ഒരു സീരിയൽ ഇപ്പോൾ കഴിഞ്ഞു. ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോ നെഗറ്റീവ് വില്ലൻ ക്യാരക്ടർ. എൻ്റെ കരിയറിൽ ഇത്രമാത്രം എൻജോയ് ചെയ്തൊരു ക്യാരക്ടർ ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മ വൈഫൊക്കെ പറയാറുണ്ട് ഈ സീരിയൽ ഏഷ്യാനെറ്റിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ജനപ്രീതി അല്ലെങ്കിൽ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എനിക്ക് തോന്നുന്നു സുമി അത് കണ്ടിട്ടുണ്ടെന്ന് കാണുന്നത്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് റോളിംഗ് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് പറയാൻ വേണ്ടി മാത്രം ഒരു രീതിയിലും ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ അളിയ ഓക്കെ ആണോ എന്ന് പറയുന്ന ഒരു സംവിധായകൻ പ്രസാദേട്ടനായിരുന്നു. അളിയ മച്ച എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഞങ്ങളൊരു ഒരേ ഏജാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെ ആണെങ്കിലും നമ്മൾ സുഹൃത്തുക്കളാണെങ്കിലും ഡയറക്ടർ നമ്മൾ അവിടെ എത്തുമ്പം ഓക്കെ സാർ റെഡി സാർ എന്ന് പറഞ്ഞ് വിളിക്കും. ഞാൻ പ്രസാദേട്ടനെ ഇതുവരെ അങ്ങനെ പ്രസാദ് എന്ന് വിളിച്ചിട്ടില്ല, പ്രസാദ് സാർ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ അളിയ മച്ചമ്മ അങ്ങനെ വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിൽ ഫുൾ ഫ്രീഡം സുമി. സീൻ വായിക്കും, സീൻ മേടിച്ചതിന് ശേഷം സീൻ വായിച്ചു കഴിഞ്ഞിട്ട് ആനന്ദിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആനന്ദ് അത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് അഴിച്ചു വിടുക എന്ന് പറയില്ല ഡയറക്ടർ. അപ്പോൾ എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ അഴിച്ചു വിടലല്ല, ഇതൊരു സൈക്കോ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അപ്പം നമ്മൾ ഇതുവരെ കാണാത്തൊരു രീതിയിലേക്കുള്ളൊരു സൈക്കോ ക്യാരക്ടർ ചെയ്യാൻ പറ്റും. സത്യം അച്ഛനെ കൊല്ലുക, അതായത് മേളിൽ ആകാശം താഴെ ഭൂമി ഒന്നും രാഹുലിനൊരു വിഷയമേ അല്ല. ഒന്നിനും സ്വന്തം നിലനിൽപ്പ് നിൽക്കുക, ഇപ്പം നിൽക്കുന്ന ഈ സമയം ഇതിനപ്പുറത്തേക്ക് എന്നല്ല. എനിക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യുന്ന ആ ഒരു ലെവലിലുള്ള ക്യാരക്ടർ. പക്ഷേ വേറൊരു ക്യാരക്ടർ അതും ഈ പറഞ്ഞതുപോലെ ഏതൊരു ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് ഇപ്പോൾ പ്രൈം ടൈം 7 to 7:30 ഒരു 7 ഡിഗ്രിയുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്നാൽ വിയർപ്പിൻ്റെ അസുഖമുള്ള ജോലിക്ക് പോകാൻ മടിയുള്ള ടിഫിനൊക്കെ കെട്ടി ചോറുമായിട്ട് പാർക്കിൽ ചെന്നിരിക്കുന്ന ഒരു മന്ദബുദ്ധിയാണോ പൊട്ടനാണോ ഒരു അങ്ങനെയുള്ളൊരു ഷൈ ക്യാരക്ടറാണ്. ഇത് അമ്മൂമ്മ ഇപ്പം അങ്ങനെ ആ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മൾ ആറ്റുകാൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഫംഗ്ഷന് പോകുമ്പോൾ ഹൗസ് വാമിങ്ങിനോ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ എന്താ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എടുത്ത് എൻ്റെ അമ്മ പ്രേമേ എന്തിനാ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എടുത്ത് ഒരുമാതിരി പൊട്ടൻ ക്യാരക്ടർ. സത്യത്തിൽ അത് നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിയ സുമി, ആ പൊട്ടൻ ക്യാരക്ടർ എന്നവർ പറയണമെങ്കിൽ ഞാൻ നാരായണൻ നായരുടെയും പ്രേമയുടെയും മകനാണ്, എൻ്റെ വൈഫിൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ പേര് ആനന്ദ് നാരായണൻ എന്നാണ്. ഞാൻ ചെയ്യുന്ന ജോലിയാണ് ആ ക്യാരക്ടർ ഞാൻ ശ്രുതി അങ്ങനെ പ്ലേ ചെയ്ത് അതവർക്ക് പൊട്ടനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയല്ലേ ഒരു നടനമില്ല എൻ്റെ വിജയം. അതെ, അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ എന്ത് തിരുത്താനാണ്? അപ്പോൾ ഒരു 2 എക്സ്ട്രീമിറ്റിയിലുള്ള 2 ക്യാരക്ടേഴ്സ് 7 to 7:30 ഒരു പൊട്ടനും 7:30 to 8 o'clock ഒരു സൈക്കോ വില്ലനും പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോഴും അങ്ങനെ നായകനായിട്ട് അഭിനയിക്കൂ അങ്ങനെയൊന്നുള്ള ഒരു വാശിയില്ല. ഇത് ജോലിയാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛനായിട്ടുള്ള ക്യാരക്ടർ വന്നാലും ഞാൻ ചെയ്യും. അതുപോലെ ഏഷ്യാനെറ്റിൽ ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ അടുത്ത ഒരു വർക്കിന് നമ്മളൊരു ക്യാരക്ടർ കിട്ടണം. അതായത് അതിലെന്തെങ്കിലും കൈ ഏഷ്യാനെറ്റ് പോലത്തെ ഒരു ചാനലിൽ ഒരു കൈ കടത്തും പറ്റില്ല. ഇത് കേൾക്കുന്ന ഒരു വിചാരിക്കും അങ്ങനെയാണെന്ന്. സത്യത്തിൽ ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് വരുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഏഷ്യാനെറ്റ് എന്ന് വെച്ചാൽ അത്രത്തോളം ആൾക്കാരിലേക്ക് സീരിയൽ എത്തുന്നു. അപ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്ത് രജിസ്റ്റർ ആയി കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അടുത്തൊരു ക്യാരക്ടറിൽ പോകുമ്പോൾ അവരുടെ അക്സെപ്റ്റൻസ് കുറവായിരിക്കുമെന്ന് കരുതിയിട്ടാണ് അവർ അങ്ങനെ പറയുന്നത്. അല്ലാതെ ആ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടോ ആ ആർട്ടിസ്റ്റ് ആ ക്യാരക്ടറിന് ചേരാത്തതുകൊണ്ടില്ല. പക്ഷേ ഗോഡ് ഗ്രേസ് ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഒക്കെ കൊണ്ടായിരിക്കാം ബാക്ക് ടു ബാക്ക് ഞാൻ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വളരെ പ്രൈം ടൈമിൽ ഹിറ്റായിട്ടുന്ന സീരിയലായിരുന്നു കുടുംബങ്ങളൊക്കെ. ഡോക്ടർ അനിരുദ്ധ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോഴും പലരും എന്നെ അനിരുദ്ധ് എന്ന് പറയുന്നത് വിളിക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ്ലി ചെമ്പനീർപ്പ് വന്നപ്പോൾ പിന്നെ പ്രൊഡ്യൂസർ സുഹൃത്തും ജ്യേഷ്ഠതുല്യനുമാണ്, ഗുരുതുല്യനാണ് ഷാജു ചേട്ടൻ നമ്മളെ ഓപ്ഷനിലേക്ക് വയ്ക്കുന്നു ചാനലിൽ. ഓക്കെ ഈ ക്യാരക്ടർ ആനന്ദ് പ്ലേ ചെയ്താൽ കൊള്ളായിരിക്കും എന്നുള്ള രീതിയിലൊരു സെലക്ഷൻ വന്നതുകൊണ്ടാണല്ലോ നമുക്കത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ ക്യാരക്ടർ കിട്ടി, അത് ആ രീതിയിൽ ചെയ്തു. ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഈ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണെന്ന് നിങ്ങളുടെ റീൽ കാണുമ്പോൾ വൈഫ് റീലിലോട്ട് കുറച്ച് ക്രൈസ് ഉള്ള ആളാണ്. റീലിൽ ക്രൈസ് അങ്ങനെ ഉള്ളല്ല. അപ്പോൾ അവള് പാട്ട് പാടും, ചെറുതായിട്ട് പാട്ട് പാടും. അങ്ങനെ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തിട്ട് റീൽസൊക്കെ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര കുറച്ച് റീച്ച് ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ടിക്ടോക്ക് ബാനായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ടിക്ടോക്കിൻ്റെ ലെവലിലേക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം വന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാം വന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്നതിനൊക്കെ കുറച്ച് വ്യൂസ് വന്നപ്പോഴത്തേക്കും വിളിക്കും. എന്നാൽ ഞാൻ ഈ പറയും പോലെ ക്യാമറ, ലൈറ്റ്, ആക്ഷൻ, ഡയറക്ടറൊക്കെ കാണുമ്പോഴേ എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിലെ ഒരു നടൻ എണീക്കുള്ളൂ എന്ന് തോന്നുന്നു. ഒന്നാമത്തെ കാരണം റീലിലല്ല, അത് ചെയ്താൽ എനിക്ക് ശമ്പളം കിട്ടും, ഇത് ചെയ്താൽ എൻ്റെ മെനക്കെട്ട്. മറ്റത്
അത് ചെയ്താലേ എനിക്ക് എൻ്റെ ശമ്പളം കിട്ടും, അതെൻ്റെ ജോലിയാണ്, മൈ പാഷൻ. അല്ലാതെ മറ്റത് സത്യം മോളും ആമിയും മിനിയൊക്കെ കുറേ ഫോഴ്സ് ചെയ്യുമ്പോഴേക്കും നമ്മളിപ്പോൾ ഒരു മോൻ 7th മോൾ 2nd സ്റ്റാൻഡേർഡിൽ. സ്കൂളിൽ സുമി ഞാൻ നോർമലി അവരുടെ എല്ലാ പാരൻസ് മീറ്റിങ്ങിനൊക്കെ കൂടുതലും മിനിയാണ് പങ്കെടുക്കാറ്. അവരുടെ ആമിക്കുട്ടിയുടെ പ്രോഗ്രാംസ് ദേവൻ കുറച്ച് ബാക്കിലേക്കാണ്. അവൻ ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസേ ഉള്ളൂ. ഈ പറഞ്ഞ ഞാനും സ്കൂൾ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. യാതൊരുവിധ കലാപരമായിട്ടുള്ള ഒരു കഴിവുമുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ സ്റ്റേജിൽ പോലും ഒരു കാര്യത്തിനും കയറിയിട്ടില്ലാത്ത ഒരാളാണ്. ഒന്നുമില്ല, അഭിനയമോ അങ്ങനെയുള്ള ഒരു സംഭവമില്ല. ഒരു സുപ്രഭാതത്തിൽ എപ്പോഴോ ഇങ്ങനെ ഉള്ളിലേക്ക് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം തോന്നുന്നു. അങ്ങനെ അതിനുവേണ്ടി അവസരങ്ങൾ ചോദിച്ചു നടന്നു. അങ്ങനെ ചാനലിലേക്ക് എത്തുന്നു, ആങ്കറിങ് ചെയ്യുന്നു. ആങ്കറിങ് നിന്ന് ചാനലിൽ ഒരുപാട് കുറേ ആൾക്കാരുമായിട്ട് ബന്ധം വന്നു. അങ്ങനെ അഭിനയിക്കാനുള്ള ശ്രമം നടത്തി. എന്നെ ഒരു പ്രൊഡ്യൂസർ അവരുടെ പ്രോജക്റ്റിലേക്ക് സെലക്ട് ചെയ്യുന്നു. മറ്റൊരു ഡയറക്ടർ എന്നെ അദ്ദേഹത്തിൻ്റെ സീരിയലിലേക്ക് സെലക്ട് ചെയ്യുന്നു. ഒരേ സമയം 2 സീരിയലിലേക്ക് കാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഫസ്റ്റ് സീരിയൽ നീലാംബരി എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ടി വിയുടെ ഒരു സീരിയലായിരുന്നു. അത് ഓൺ എയർ പോയിട്ടില്ല. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയും. അപ്പോൾ ഞാൻ അതിലോട്ട് വരെയായിരുന്നു. ആദ്യത്തെ സീരിയൽ ഏതായിരുന്നു? ഏത് ചാനലായിരുന്നു? ആദ്യത്തെ സീരിയൽ ഏഷ്യാനെറ്റിൽ തന്നെയായിരുന്നു. അത് ഒരു വലിയ അനുഗ്രഹം. ഏഷ്യാനെറ്റിൽ തന്നെയായിരുന്നു. കാണാ കൺമണി എന്നുള്ളതായിരുന്നു സീരിയലിൻ്റെ പേര്. അങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാവരും, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ അഭിനയിക്കാൻ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ നമുക്കൊരു സ്ലോട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ സീരിയൽ തന്നെ എനിക്ക് ഏഷ്യാനെറ്റിലൂടെ വരാൻ പറ്റി. ഇപ്പോഴും ഏഷ്യാനെറ്റിൽ തന്നെ ഉണ്ട്. ദൈവാനുഗ്രഹം. ഇത്രയും നാൾ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞ വലിയ ഒരുപാട്. ഇത് ചാനൽ റിച്ച് എന്നല്ല, നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലത്തിനെ പറ്റി നമ്മൾ ഇതുവരെയും പറഞ്ഞില്ലെങ്കിൽ അവരിപ്പോ നമ്മളെ ഇറക്കി വിടും മിക്കവാറും. അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് പറയും, എവിടെയാണെന്ന് പറയും. ക്രിസ്പി കല്ലാട്ടുമുക്കുള്ള ക്രിസ്പിയിലാണ് നമ്മളിപ്പോൾ ക്രിസ്പി പറഞ്ഞാൽ ഇപ്പൊ ആ ഒരു ലെവൽ കുറെ പേരുകളുള്ളതുകൊണ്ട് ട്രിവാൻഡ്രംകാർക്ക് കുറച്ച് സംശയം വരും. അപ്പൊ നമ്മുടെ ഗ്രാൻഡ് ബേക്കേഴ്സിന്റെ സഹോദര സ്ഥാപനമാണ് ക്രിസ്പി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണോ അതോ ബാക്കി ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ഇപ്പൊ മറന്നു? ഹണി മണം വരുന്നുണ്ട്. സുമി, നീ എന്തെങ്കിലും നോക്കിയിരിക്കണേ? അല്ല, ഏതിന് തുടങ്ങണമെന്ന് ഞാൻ ആലോചിക്കുക. അല്ല അത് തന്നെ. അല്ല, ഇനി ഇതിന് എനിക്ക് പുറമെ വേറെ ആരെങ്കിലും വരാനുണ്ടോ? ഒരിക്കലുമില്ല. ഇത് ക്രിസ്പിയുടെ സ്പെഷ്യൽ ഫുഡാണ്, മനസ്സിലായോ? ഇത്രയും. ഇത് ഹണി ചിക്കൻ അല്ലേ? ഹണി അൽഫാം വിത്ത് റൊമാലി റൊട്ടി. ഇത് കാന്താരി അൽഫാം വിത്ത് കുഴിമന്തി. ഇതൊക്കെ എങ്ങനെ തിന്ന് തീർക്കും? മൈ ഗോഡ്. ഇത് അവരുടെ സ്പെഷ്യൽ ബ്രോസ്റ്റഡ്. ഇതെന്താണ് സാധനം? ഫിംഗേഴ്സോ അല്ലേ? ഫിഷ് ഫിംഗറോ എന്തോ, ചിക്കൻ ഫിംഗറോ, ബീഫാണോ ചോദിക്കട്ടെ. ചിക്കൻ ആയിരിക്കും. അവർ ക്രിസ്പി മെയിൻ ചിക്കനാണ്. കഴിച്ചു നോക്കാം. ഇത് കുഴിമന്തി എന്ന് പറഞ്ഞിട്ട് ഇതിലെ കുഴികളെല്ലാം ഉണ്ട്. ഇതിൽ മാത്രമാണ് ഒരു കുഴി. ചിക്കനാണോ? ടേസ്റ്റ് ഉണ്ടോ? നൈസ്, അടിപൊളി. അപ്പോൾ ഈ ഒരു ഇത്രയും ചൂടായിട്ട് തന്നെ കഴിക്കണം കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇത് കൂടി ചെയ്യാം. ചെറിയ പാർട്ടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ഏരിയ ഉണ്ട്. അത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത് കല്ലാട്ടുമുക്കിൽ ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ, ഒരു 50 പേർക്കുള്ളിൽ വരുന്ന ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ക്രിസ്പി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. നല്ല ഭയങ്കര കളർഫുൾ ആണ് അല്ലേ? പല കളേഴ്സ് ഉണ്ട്. ഹോളിന് കാശ് കൊടുക്കണ്ട, AC-ക്ക് പ്രത്യേകം കാശ് കൊടുക്കണ്ട, ലൈറ്റ് അറേഞ്ച്മെന്റ്സിന് കാശ് കൊടുക്കണ്ട, ഓൺലി ഫുഡിന് മാത്രം കാശ് കൊടുത്താൽ മതി. ആ ഫുഡിന്റെ ടേസ്റ്റ് നമുക്ക് പറയാതെ ഞാൻ ഇതിന് കാശ് കൊടുക്കേണ്ടി വരുമോ? കഴിച്ചു നോക്ക്. ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട്. സ്റ്റാർട്ടേഴ്സ് കൊള്ളാം. ഇപ്പം അതൊരു ഇതായിരുന്നു, ട്രെൻഡായിരുന്നു തോന്നുന്നു അല്ലേ? പണ്ടൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ചെന്നിട്ട് ഒരു ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ, പൊറോട്ട ബീഫ്, ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ, അല്ലെങ്കിൽ ബിരിയാണി. ഇപ്പം ഏത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് സ്റ്റാർട്ടറിൽ നിന്ന് തന്നെ തുടങ്ങണം. കല്യാണ വീടുകളിലും അങ്ങനെയാണ്. നമ്മൾ ഓഡിറ്റോറിയത്തിൽ ചെറിയ രീതിയിലും ഒരു സ്റ്റാർട്ടർ ഉണ്ടാവും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു മാരേജിന് പോയപ്പോഴും അതിനു വേണ്ടി ഒരു ക്യൂ. നൈസ് കളേഴ്സ്. ഏതാ വേണ്ടേ? മൊജിറ്റോസ്, ബ്ലൂ, യെല്ലോ, ലൈറ്റ് ഗ്രീൻ. ഇതിൽ ഏത് വേണം? കുറച്ച് കളർഫുൾ ആയിട്ടുള്ളത് ബ്ലൂ ആണ്. അടുത്ത ഐറ്റം എത്തി. ഇവിടുത്തെ അടുത്ത സ്പെഷ്യൽ അതെ, ബൂസ്റ്റഡ് ചിക്കൻ പിസ്സ. ബൂസ്റ്റോ? നീ അത് കഴിച്ചു. ബൂസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടോ? ബൂസ്റ്റഡ് ചിക്കൻ പിസ്സ. ഇത് അടുത്ത ആഴ്ചയെ ഇവിടുത്തെ മെനുവിൽ ആഡ് ആവുള്ളൂ. അതിന് മുമ്പ് ടേസ്റ്റ് അറിയണമെങ്കിൽ കഴിച്ചു. നമുക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. കഴിച്ചു നോക്ക്. ബൂസ്റ്റഡ് ചിക്കൻ. ലിപ്സ്റ്റിക് ഒക്കെ ഇപ്പൊ പോവുമല്ലോ. അതിന്റെ ടേസ്റ്റ് കൂടെ വരും. അതുകൊണ്ട് ഞാൻ പറയുന്നതായിരിക്കും കറക്റ്റ് ടേസ്റ്റ്.
ബ്രോസ്റ്റഡിൻ്റെ പീസിൽ അതും ബോൺലെസ് പീസാണ്. അതിനകത്ത് ഒരു സ്പെഷ്യൽ മസാലയൊക്കെ മാരിനേറ്റ് ചെയ്ത രീതിയിലുള്ള ടേസ്റ്റാണ്. നല്ല രസമുണ്ട്. ക്രിസ്പിയുടെ ബൂസ്റ്റഡ് ചിക്കൻ, ക്രിസ്പിയുടെ ന്യൂ ഡിഷ് അടുത്ത ആഴ്ച പോലെ മെനുവിൽ ആഡ് ആയിട്ടുള്ളൂ ബൂസ്റ്റഡ് ചിക്കൻ പിസ്സ. ആനന്ദ് ഫുഡിയാണോ? ഞാൻ ഭയങ്കര ഫുഡിയാണ് സത്യം. എനിക്ക് അങ്ങനെ കുക്ക് ചെയ്യാറുണ്ടോ? ഷൂട്ടില്ലാത്ത ദിവസങ്ങളിൽ സഹായിക്കും. ഞാൻ അതിനെ കുക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. കുളമാക്കുമെന്നാണോ? തേങ്ങ തിരുവി കൊടുക്കുക, വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കുക, സവാള, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടറ്റോ അത് മാത്രമല്ല നിസ്സാര പണിയാണോ? ഇങ്ങനെ ഇരിക്കുന്ന ഒരു പൊട്ടറ്റോയിൽ അതിൻ്റെ സ്കിന്ന് മാറ്റി അതിനെ കട്ട് ചെയ്ത് ഒരേ അളവിലുള്ള നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്ന അതേ ചോദ്യം. വീട്ടിൽ ഞാനാണ് ഹെൽപ്പർ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ പറയാം, അമ്മ നിനക്ക് എന്തറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കളിയാക്കും. വരുന്നവരത്തൊക്കെ പറയും നിനക്കിങ്ങനെ കയ്യിൽ വരെയും വായിൽ വെച്ചതെന്ന് അത്രയും നല്ലതല്ലേ എന്ന് ചോദിക്കും. ഇത് ഏറ്റവും വലിയ പണിയല്ലേ? സത്യം സത്യം സത്യം. ഹെൽപ്പറാണ് ഏറ്റവും വലിയ പണി. അതെ, എന്താ പറയുക, ഒരു രസം എൻ്റെ വൈഫ് ചായ ഇടാനും പപ്പടം കാച്ചാനും അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ മാത്രം. കാരണം കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ വരുമ്പോഴും അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ ഓഫുള്ള ദിവസങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നതേ ഉള്ളൂ. കാരണം ചേട്ടൻ്റെ മോൾക്ക് പോകണം, ചേച്ചിക്ക് ജോലി. കോസ്മ ഹോസ്പിറ്റലായിരുന്നു സ്റ്റാഫ് നഴ്സ്. ഇപ്പോൾ റിസൈൻ ചെയ്തു. ആമയും കൂടി പോയി തുടങ്ങിയപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യത്തിന്, കാരണം വൈഫിൻ്റെ അച്ഛനും അമ്മയും നമ്മളോട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങ് ബ്രദറിൻ്റെ കൂടെ പോയപ്പോൾ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കാൻ റൂട്ട് ചെയ്യാൻ ആളില്ല. അപ്പം ഒരാൾ വേണം. അങ്ങനെ റിസൈൻ ചെയ്തതാണ്. ഈ റിസൈൻ ചെയ്തതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു റിസൈൻ ചെയ്തത്. പിന്നെ പഠിച്ചതാണോ? പിന്നെ പഠിച്ചതാണ്. പക്ഷേ അതിനുശേഷം അവൾ എന്തുണ്ടാക്കിയില്ല. എൻ്റെ മോൻ പറയും ദേവൂട്ട് അമ്മയുടെ ഒരു ലവ് ഉണ്ടച്ചാ, അമ്മ ഒരു അമ്മ അതിനകത്ത് സ്നേഹം ഇട്ടിട്ടുണ്ടെന്ന്. ഒരു ഓംലേറ്റ് ഉണ്ടാക്കി റെഡിയാക്കിയാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്നെ പോലെ എൻ്റെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? എൻ്റെ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ വാങ്ങി തന്നത്. കഴിച്ചു നോക്കണം. അപ്പോൾ എന്തായാലും ഫുഡി എന്ന് പറയുമ്പോഴേ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഫുഡുകളൊക്കെ കഴിക്കേണ്ടി വരും. ഈ ട്രാവലൊക്കെ ഇഷ്ടമാണോ? ട്രാവല് സത്യം പറഞ്ഞാൽ ടൈമില്ല. എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ എനിക്കിങ്ങനെ എന്താണോ അറിയില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങനെ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുന്നത് എനിക്ക് എന്തോ പോലെയാണ്. എന്ത് എൻജോയ്മെൻ്റ് ആണെന്ന് പറഞ്ഞാലും, ഏതൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാലും, എപ്പോൾ ട്രിവാൻഡ്രത്തും എപ്പോൾ തിരിച്ചും നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് MC റോഡ് വഴി വന്ന് കേശവാസുരത്തേക്ക് കയറൂലേ, അപ്പോൾ ഒരു വെട്ടവും വെളിച്ചവും ഒരു അതുകൊണ്ടായിരിക്കും തോന്നുന്നു എനിക്ക് അങ്ങനെ വേറെ ഒന്നും. എൻ്റെ അനിയൻ ദുബായിൽ സെറ്റിൽഡാണ്, ചേട്ടൻ ദുബായിലാണ്. അപ്പോൾ ഞാൻ ദുബായിൽ വർക്ക് ചെയ്ത് വരുന്ന ആളാണ്. വെക്കേഷൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കും. അപ്പോൾ വിചാരിക്കും വേണ്ട അവിടെ പോയി കുറേ. ഞാൻ ശരിക്കും ദുബായിൽ പോയിട്ട് വരുമ്പോൾ ഇത്രയും നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഇത്രയും ഒരു ഇടം, നല്ലൊരു ഇടം ഇല്ല അല്ലേ? അറിയാലോ, നമ്മുടെ അബ്രോഡ് എന്ന് പറയുമ്പം എല്ലാ പ്ലേസും ഭയങ്കര ഹൈജീനിക്കാണ്. അവിടുത്തെ നിയമങ്ങൾ എങ്ങനെയാണ്, ഭയങ്കര എല്ലാം നല്ല ഫെസിലിറ്റി. അതെ, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രം ആ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആ കാർ തുറക്കുമ്പോൾ ഒരു മണമുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു മണമുണ്ട്. അത് അടിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഞാൻ മാത്രം പറയുന്നതല്ല കേട്ടോ, അവിടെ നിന്ന് വരുന്ന എല്ലാ മലയാളികളും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ, സ്വന്തം സ്ഥലത്തേക്ക്. അപ്പം അങ്ങനെ സ്ഥലങ്ങളിലൊന്നും ട്രാവൽ ചെയ്തിട്ടുള്ളതാണോ? ഇല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് നേഴ്സായിരുന്നു. ആ സമയത്ത് ഡ്യൂട്ടി അത്രയും ലീവൊന്നും ഇല്ലായിരുന്നു. അതിന് തൊട്ട് മുന്നെയാണ് മിനി വീണെന്ന് കൈ ഓടിയിരുന്നത് ഹോസ്പിറ്റലിൽ തന്നെ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ലീവ് എടുത്തു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു മാർച്ച് 28 കഴിഞ്ഞ് ഏപ്രിൽ 14 15 എന്തോ ഡ്യൂട്ടിക്ക് കയറി തുടങ്ങി. അപ്പോൾ അങ്ങനെ യാത്രകളൊന്നും, ഹണിമൂൺ പോലും പോയിട്ടില്ല. വിശ്വസിക്കുമോ? ഇല്ല. ഇപ്പോഴും എവിടെ പോകുമ്പോഴും. പക്ഷെ ഇപ്പോൾ ആൾക്കാർ കൂടുതലും ഇപ്പോൾ വർക്കായാലും ജോലി ആയാലും കൂടുതലും ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇയർലി വൺസെങ്കിലും നമുക്ക് പോകണം, ഒരു ട്രാവൽ. പിന്നെ ഇപ്പം മക്കൾ ആയതിനു ശേഷം എല്ലാ വെക്കേഷനെങ്കിലും ഓരോ ഡെസ്റ്റിനേഷൻ, അതിപ്പം ഇതിനകത്ത് കേരളത്തിനകത്ത് തന്നെ ആണെങ്കിൽ പോലും അങ്ങനെ നോക്കിയിട്ട് നമ്മളിപ്പം അല്ലെങ്കിൽ വാഗമൺ പോവാം, മൂന്നാർ പോവാം, ഊട്ടി പോവാം, അങ്ങനെ പ്ലാൻ ചെയ്ത് യാത്രകൾ പോകാറുണ്ട്. ഒരു 1 ഡേ അല്ലെങ്കിൽ ഒരു സ്റ്റേക്കേഷൻ അങ്ങനെ പോലെ ഒരു 1 ഡേ സ്റ്റേ ചെയ്ത് തിരിച്ചു വരത്തക്ക രീതിയിലൊക്കെ. ഈ ഫ്രണ്ട് സർക്കിളൊക്കെ എങ്ങനെയാണ്? ഫ്രണ്ട് സർക്കിള് ഇപ്പം അങ്ങ് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ എടുത്തു പറയാൻ ഒരാളില്ല. എല്ലാവരും നല്ല കുറച്ച് സുഹൃത്തുക്കളാണ്. ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമുള്ള ഒരുപാട് നമ്മളോടൊപ്പം വർക്ക് ചെയ്യണം. അനിയനായിട്ട് അഭിനയിക്കുന്ന ആളുമായിട്ട് നമ്മൾ നല്ല സൗഹൃദമായിരിക്കും. ഇപ്പോൾ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് സജീവേട്ടനോട് ഭയങ്കര അടുപ്പമുണ്ട്. ഒരു ഗുരുതുല്യനാണ്. അച്ഛൻ്റെ പ്രായമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ റൂട്ട് ചെയ്ത് പറഞ്ഞു തരുന്ന ഒരാൾ. എന്ത് തമാശയും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുന്നത് നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സുമി എത്ര നാളത്തെ അടുപ്പവും ഇതുമാണ് നമ്മൾ.
അപ്പോൾ അതുപോലെ അല്ലാതെ കാണുമ്പോ ഹായ് അത് ഇടയ്ക്കിടയ്ക്ക് വിളിയും സംസാരങ്ങളും ഉണ്ട്. ഒരു കാര്യം നോക്കുമ്പോ അതാണ് നല്ലത്. അല്ലാതെ ഒരു ബോണ്ടിങ് ഇല്ല. ചങ്കാര്യം ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം വർക്കില്ലാത്തപ്പോൾ ഞാൻ വീട്ടിലാണ്, ഇനിയോടും പിള്ളേരോടൊപ്പമാണ്. ഫ്രീ ടൈം വീട്ടിലിരിക്കുക, സിനിമ കാണുക, OTT പ്ലാറ്റ്ഫോംസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു 65-ഇഞ്ചിൻ്റെ TV മേടിച്ച് വെച്ചിട്ടുണ്ട്. വീട്ടിലിരിക്കുക, കാണുക, വൈകുന്നേരം അമ്പലത്തിലേക്ക് ഇറങ്ങുക, ട്രിവാൻഡ്രത്ത് ഇറങ്ങുക, പോയി ഒരു വൈകുന്നേരത്തെ മോമോസ് കഴിക്കുക, അല്ലെങ്കിൽ തട്ടുദോശ കഴിക്കുക. ഫിലിമൊക്കെ കാണാറുണ്ടോ? എല്ലാ ഫിലിം എനിക്ക് സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സിനിമകളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുമായിട്ട് യൂസ്ഡ് ആയപ്പോൾ മിനിയും അങ്ങനെ ഒരാളായി. അതേപോലെ 2 പിള്ളേരും. ഫിലിം ചെയ്യണമെന്നുണ്ടോ? ഫിലിം അഭിനയിക്കണമെന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ അമ്മയുടെ വീടല്ലല്ലോ കയറി ചെല്ലാൻ. അതായിരിക്കും വിളിക്കണ്ടേ. അപ്പൊ ഈ സിനിമകളെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? ഇപ്പൊ ഈ സിനിമകളെ കുറിച്ച് നല്ല അഭിപ്രായം, മോശം അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും വിളിക്കുമോ? നല്ല അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും വിളിക്കുള്ളൂ. അല്ലടോ, പഴയ സിനിമകൾ ഇപ്പോഴത്തെ സിനിമകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അന്ന് കുറച്ചുകൂടി ഡിജിറ്റലായി സിനിമ, കുറച്ചുകൂടി ഈസി ആയി എന്ന് തോന്നുന്നു എനിക്ക്. സിനിമ മേക്കിംഗ് വേഷൻ്റെ കാര്യത്തിലല്ല, സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം പ്ലാറ്റ്ഫോമുകൾ അത്രത്തോളം ഉണ്ട്. സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു അതിപ്രസരം, അല്ലെങ്കിൽ അത് പണ്ട് നമ്മൾ സീരിയലിൽ അഭിനയിക്കാൻ തന്നെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആരെ കാണണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നന്നായി അഭിനയിക്കുന്ന ഒരു റീലിടുന്ന കുട്ടിയെ അങ്ങോട്ട് വിളിച്ചിട്ട് നമ്പർ സെൻഡ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് വന്നു. അങ്ങനെയാണല്ലോ വരുന്നത് അല്ലേ? പുതിയ മുഖങ്ങൾക്കാണ് ഇപ്പോൾ ചാൻസ് കൂടുതൽ. അപ്പം ഈ സീരിയലിലുണ്ടായിരുന്ന എൻ്റെ ആദ്യത്തെ സീരിയലിലെ കാണാ കൺമണിയുടെ ഡയറക്ടർ രതീഷ് പാലോട്. രതീഷ് ചേട്ടൻ ഇപ്പോൾ സിനിമയിൽ വളരെ തിരക്കുള്ള അസോസിയേറ്റ് ഡയറക്ടർ. രതീഷ് ചേട്ടൻ ഇടയ്ക്ക് ഫ്രീ ഉള്ളപ്പോൾ ട്രിവാൻഡ്രം വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, രതീഷ് ചേട്ടൻ നിങ്ങൾ ഇത്രയും ഇതായിട്ട് നിന്നിട്ട് ഒരു സിനിമയിലൊരു ക്യാരക്ടർ നിങ്ങൾ വിളിച്ചു, എടാ ഞാൻ വന്ന് ഇങ്ങനെ റൂമിലിരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയിട്ട് ഇതിനിങ്ങനെ ആരാ എന്തെന്ന് നോക്കാൻ വേണ്ടി ചാനൽ മാറ്റുമ്പോൾ നീ അപ്പം ആ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ഞാൻ വിചാരിക്കും, നീ അപ്പം നല്ല തിരക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ്, നിന്നെ വിളിച്ച് എങ്ങനെ ഞാൻ ഒരു സൈഡ് ക്യാരക്ടർ തരും എന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നെ വിളിക്കാത്തത്. അതെ, ഒരു വർക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൺട്രോളർ വിളിക്കും, നമ്മൾ അങ്ങനെ വിളിക്കും അല്ലേ? നമ്മൾ ജോലിക്കില്ലേ, നമ്മുടെ ജോലിയുടെ നമ്മുടെ അവസരത്തിന് വേണ്ടി വിളിക്കല്ലേ? പൈസ കടം ചോദിക്കാമല്ലോ. വിളിക്കുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് അറിയാവോ, നീ എപ്പോൾ നോക്കിയാലും റീലിൽ നീ ചിലപ്പോൾ ഗോവയിൽ നിൽക്കും, കുറേ കഴിയുമ്പോൾ നീ ദുബായിൽ നിൽക്കും, എപ്പോഴും റീല്, ഫോട്ടോഷൂട്ട്, പ്രമോഷൻ, പിന്നെ നിനക്ക് എപ്പോഴും അഭിനയിക്കാൻ ടൈം. അപ്പോഴത് ഞാൻ നോട്ട് ചെയ്തത്. നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കാണിക്കാനാണ് നമ്മൾ റീലിടുന്നതും, എപ്പോഴും നമ്മൾ ഉണ്ട് ഈ ഫീൽഡിൽ നിൽപ്പുണ്ട് എന്ന് കാണിക്കാൻ ഇടുന്നത്. പക്ഷേ ഇവരൊക്കെ വിചാരിക്കുന്നത് നമ്മളെപ്പോഴും ബിസിയാണ്, നമ്മൾ അവിടെയാണ് ഇവിടെയാണ്, സ്ഥലത്തുണ്ടാവില്ല എന്നുള്ള അതൊരു തെറ്റിദ്ധാരണയാണ് ഗൈസ്. അത് മാറ്റം. എല്ലാവരും നിർത്തി വിളിക്കണം വർക്ക്. അപ്പോൾ നമ്മൾ ഇവരുടെ ഇത് കഴിച്ചില്ല, സ്പെഷ്യൽ ബ്രോസ്റ്റഡ് അല്ലേ? അതെ, ബ്രോസ്റ്റഡ് കൂടെ ഒന്ന് ട്രൈ ചെയ്യും. എന്തായാലും നമ്മളിപ്പോൾ കുറേ ആനന്ദിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ആദ്യം തന്നെ ഞാൻ താങ്ക്സ് പറയണം എൻ്റെ യൂട്യൂബ് ചാനൽ. താങ്ക്സ് ഒന്നും വേണ്ട, അല്ലല്ല. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക.